എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മണാലിയിലുള്ള ഹിഡിംബ ദേവി ക്ഷേത്രത്തിലാണ്. മണാലിയിലേക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ സഞ്ചാരികളുടെ ഉള്ളിൽ കാണേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്നൊരു ധാരണ ഉണ്ടായിരിക്കും. മണാലിയിലെ സ്കീയിങ്ങും ട്രെക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് ആളുകൾ ഏറ്റവും അധികം പോകുവാൻ ആഗ്രഹിക്കുന്ന ഇടങ്ങളിലൊന്ന് ഈ ഹിഡിംബ ദേവി ക്ഷേത്രമാണ്. ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്ക് ആൾക്കാർ കച്ചവടം ചെയ്യുന്ന കാണാം. ഇവിടുത്തെ ആൾക്കാരുടെ എല്ലാം ഉപജീവന മാർഗം കൂടിയാണ് ഇത്. കൂടുതലും ഹാൻഡ് മെയ്ഡ് സാധനങ്ങളാണ് ഇവർ ഇവിടെ വിൽക്കുന്നത്. വളരെയധികം ടൂറിസ്റ്റുകൾ വരുന്ന കാരണം ഇവർക്കൊരു ഉപജീവന മാർഗം കൂടിയാണ്. മിത്തുകളിലും കേട്ടുപഴകിയ ഹിഡിംബ ദേവി ക്ഷേത്രം വെയിൽ പോലും എത്തി നോക്കുവാൻ മടിക്കുന്ന, എപ്പോഴും ഇരുട്ടിനെ പുൽകി നിൽക്കുന്ന പൈൻമരക്കാടുകൾക്ക് നടുവിലെ ഒരു തീർത്തും പുരാതനമായ ഈ ക്ഷേത്രത്തിന് പ്രത്യേകതകൾ ഒരുപാടുണ്ട്. തന്നെ കാണാനെത്തുന്നവർക്ക് മുന്നിൽ തുറക്കുന്ന കഥകളുടെയും വിശേഷങ്ങളുടെയും ഒരു കെട്ടു തന്നെ ഈ ക്ഷേത്രത്തിനുണ്ട്. ഹിമാചൽ പ്രദേശിലെ ഏറ്റവും ആകർഷകമായ കാഴ്ചകളിൽ ഒന്നാണ് മണാലിയിലെ ഹിഡിംബ ദേവി ക്ഷേത്രം. മണാലി കാഴ്ചകളിൽ സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ തേടിയെത്തുന്ന ഇടങ്ങളിലൊന്നായ ഇവിടം പുരാണ കഥകളാൽ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഇടമാണ്. മഹാഭാരതത്തിന്റെ സമയം മുതലുള്ള കഥകളാണ് വിശ്വാസികളുടെ ഇടയിൽ ക്ഷേത്രത്തിന് പ്രത്യേക സ്ഥാനം നൽകുന്നത്. പഞ്ചപാണ്ഡവരിൽ ഒരാളായ ഭീമന്റെ ഭാര്യയാണ് ഹഡിംബ. ഹിഡിംബി ദേവി എന്നും ഇവർ അറിയപ്പെടുന്നു. പുരാണങ്ങളിൽ പറയുന്ന ഹിഡുംബൻ എന്നു പേരായ അസുരന്റെ സഹോദരി കൂടിയാണ് ഹഡിംബ. ഇവരെ ആരാധിക്കുന്ന ഇന്ത്യയിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നുകൂടിയാണ് മണാലിയിൽ ഉള്ളത്. തൊട്ടടുത്ത് തന്നെ ഭീമന്റെയും ഹഡിംബ ദേവിയുടെയും മകനായ ഘടോത്കചനെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രവും കാണാം. മഹാഭാരതവുമായി ബന്ധപ്പെട്ടതാണ് ഹിഡിംബ ദേവി ക്ഷേത്രത്തിന്റെ കഥയും. വളരെ ക്രൂരനായിരുന്ന ഹിഡുംബൻ ആളുകളെ ഭയപ്പെടുത്തി ജീവിച്ചിരുന്ന ഇടമായിരുന്നു ഇവിടം. ആ സമയത്താണ് വനവാസത്തിന്റെ ഭാഗമായി ഭീമൻ ഇതുവഴി കടന്നു പോകുവാൻ ഇടയായത്. ഹിഡുംബന്റെ സഹോദരിയായ ഹിഡിംബ ദേവി ഇവിടെ വെച്ച് കണ്ടുമുട്ടിയ ഭീമന് ആദ്യ കാഴ്ചയിൽ തന്നെ അവരെ ഇഷ്ടമായി. പിന്നീട് അവിടുത്തെ ആളുകളുടെ താല്പര്യപ്രകാരം ഹിഡുംബനെ കൊല്ലുകയും സഹോദരിയെ വിവാഹം ചെയ്യുകയും ചെയ്തു എന്നാണ് മഹാഭാരതം പറയുന്നത്. ഏകദേശം 1 വർഷത്തോളം കാലം അവർ ഇവിടെ ഒരുമിച്ചുണ്ടായിരുന്നു. പിന്നീട് അവർക്കൊരു മകൻ ജനിക്കുകയും ചെയ്തു. ഘടോത്കചനാണ് ആ മനുഷ്യൻ. 14-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം ഇന്നും അധികം മാറ്റങ്ങളൊന്നുമില്ലാതെയാണ് നിലനിൽക്കുന്നത്. സാധാരണ കണ്ടുവരുന്ന ക്ഷേത്ര നിർമ്മാണ രീതികളിൽ നിന്നും വ്യത്യസ്തമാണ് ഇതിന്റെ ഘടന. ബുദ്ധിസ്റ്റ് പഗോഡ ശൈലിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 1553-ൽ ഇവിടുത്തെ മഹാരാജാവായിരുന്ന മഹാരാജ ബഹദൂർ സിംഗ് ആണ് ഈ ക്ഷേത്ര നിർമ്മാണത്തിന് മുൻകൈയെടുത്തത്. ഈ ക്ഷേത്രം ഒരു ഗുഹാക്ഷേത്രം കൂടിയാണ്. ക്ഷേത്രത്തിനുള്ളിൽ വലിയ ഒരു പാറക്കല്ലും കാണാൻ സാധിക്കും. മണാലി എന്ന പ്രദേശത്തിന്റെ സംരക്ഷക കൂടിയാണ് ഹഡിംബ ദേവി എന്നാണ് വിശ്വാസം. പ്രദേശവാസികൾക്ക് എന്താപത്തു വന്നാലും ദേവി ഇവിടെ സംരക്ഷിക്കുവാനുണ്ട് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ക്ഷേത്രത്തിനുള്ളിൽ ദേവിയുടെ കാലടി പതിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരിടവുമുണ്ട്. മറ്റൊരു പ്രത്യേക ക്ഷേത്രത്തിനുള്ളിൽ വിഗ്രഹം ഇല്ല എന്നുള്ളതാണ്.
നിയമം മൂലം നിരോധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇന്നും മൃഗബലി അനുഷ്ഠിക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് ഹഡിംബ ദേവി ക്ഷേത്രം. ഇവിടെ ഉൾപ്പെടെ വളരെ ചുരുക്കം ക്ഷേത്രങ്ങളിൽ മാത്രമേ മൃഗബലിക്ക് സാധുതയുള്ളൂ. ആടുകളെയും കാളകളെയും ഒക്കെയാണ് സാധാരണയായി ബലി നൽകുന്നത്. ഹഡിംബ ദേവിയുടെ ജന്മദിനമായി ആഘോഷിക്കുന്ന ഫെബ്രുവരി 14-നാണ് ഇവിടെ ഏറ്റവും അധികം വിശ്വാസികൾ എത്തുന്ന സമയം. അന്നേ ദിവസം ഈ പ്രദേശത്തും അടുത്തും താമസിക്കുന്ന സ്ത്രീകളെല്ലാം ആഘോഷമായി ക്ഷേത്രത്തിൽ എത്തിച്ചേരും. അന്ന് സംഗീതവും നൃത്തവും ഒക്കെയായി വലിയ പരിപാടികളായിരിക്കും ഇവിടെ നടക്കുക. ഇതുകൂടാതെ ദസറയും ദംഗ്രി ആഘോഷവും ഇവിടെ നടക്കാറുണ്ട്. വർഷത്തിൽ എപ്പോൾ വേണമെങ്കിലും ക്ഷേത്രം സന്ദർശിക്കാനാകുമെങ്കിലും സെപ്റ്റംബർ മുതൽ ഏപ്രിൽ വരെയാണ് ക്ഷേത്രം സന്ദർശിക്കുവാൻ പറ്റിയ സമയം. ഓഗസ്റ്റ് മുതൽ ജൂലൈ വരെയും ധാരാളം സന്ദർശകർ ഇവിടെ എത്താറുണ്ട്. ക്ഷേത്രത്തിന്റെയും പരിസര പ്രദേശങ്ങളുടെയും ഭംഗി നേരിട്ട് അറിയണമെങ്കിൽ മഞ്ഞുകാലത്ത് ഇവിടെ എത്തിച്ചേരാം. ആ സമയത്ത് ഇവിടുത്തെ അതിശക്തമായി പെയ്യുന്ന മഞ്ഞിൽ ക്ഷേത്രവും പരിസരങ്ങളും അതിന് അടിയിലാവും. മഞ്ഞിൽ പുതച്ചു നിൽക്കുന്ന പൈൻ മരങ്ങളും പരിസരവും ചേർന്ന് മനോഹരമായ അനുഭവമായിരിക്കും നൽകുക. 16-ാം നൂറ്റാണ്ടിൽ മഹാരാജ ബഹദൂർ സിംഗ് പണി പൂർത്തിയാക്കിയ പഴമയുടെ പ്രൗഢിയോടെ നിലനിൽക്കുന്ന മനോഹരമായ ഒരു ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിന്റെ രൂപകൽപ്പനയും അതുപോലെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതിയും എല്ലാവരെയും ഈ സ്ഥലത്തേക്ക്, ഈ അമ്പലത്തിലേക്ക് ആകർഷിക്കുന്നു. ഇടതൂർന്ന ദേവദാരു വൃക്ഷങ്ങൾക്കിടയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 4 തട്ടുകളിലായി പഗോഡ മാതൃകയിലാണ് ക്ഷേത്രം പണികഴിപ്പിച്ചിട്ടുള്ളത്. 3 തട്ടുകൾ മരത്തിലും ഏറ്റവും മുകളിലത്തെ തട്ട് കോൺ മാതൃകയിൽ പിച്ചളയിലുമാണ് നിർമ്മിച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിന്റെ പുറം ചുമരുകൾ എല്ലാം തന്നെ പ്രധാനമായും കല്ലും മരവും മണ്ണും ഉപയോഗിച്ചാണ് പണിതിരിക്കുന്നത്. ചുമരുകളിൽ എല്ലാം ക്ഷേത്രത്തിൽ ബലി കൊടുത്ത മൃഗങ്ങളുടെ കൊമ്പുകൾ പ്രദർശിപ്പിച്ചിരിക്കുന്നതായി കാണുവാൻ സാധിക്കും. ജീവിതത്തിൽ ഒരിക്കലേലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് ഈ ഹിഡിംബ ദേവി ക്ഷേത്രം എന്ന് പറയുന്നത്. കാരണം ഇങ്ങോട്ടുള്ള വഴികളും ഇവിടുത്തെ ഓരോ കാര്യങ്ങളും നമുക്ക് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് തരുന്നത്. അപ്പം ഇവിടുത്തെ ആൾക്കാരുടെ ജീവിത ശൈലിയും എല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഇവിടെ വന്നിട്ടില്ലാത്തവരെ തീർച്ചയായിട്ടും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. चलो फोटो निकालेंगे was nice. ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു.